തിരുവനന്തപുരം പരച്ചമൂട് പ്രിയംവദ കൊലപാതകത്തിൽ പ്രതി വിനോദിനെതിരെ വെളിപ്പെടുത്തലുമായി ഭാര്യാമാതാവ്. വിനോദിന്റെ കട്ടിലിനടിയിൽ മൃതദേഹത്തിന്റെ കൈയുടെ ഭാഗം കണ്ടിരുന്നെന്ന് ഭാര്യാമാതാവ് സരസ്വതി പറഞ്ഞു. മൃതദേഹം സൂക്ഷിച്ച മുറിയിൽ മണമറിയാതിരിക്കാൻ വിനോദ് സാമ്പ്രാണിത്തിരി കത്തിച്ചു വെച്ചിരുന്നുവെന്നും സരസ്വതി പറഞ്ഞു. നാട്ടെടുത്തപ്പോൾ നോക്കിവിടെ എന്തൊരു നാറുന്നെന്ന് അപ്പോഴും സാമ്പ്രാണിത്തിരിയൊക്കെ നാറുന്നു. പിന്നെ ഇവിടെ സഞ്ചിയെ കൊണ്ടുവച്ചിട്ട് അവിടെ പോയി നോക്കി ലൈറ്റ് ഇട്ട് നോക്കി, ലൈറ്റൊന്നുമില്ല. അപ്പോഴാണ് പിള്ളേരെടുത്ത് ഞാൻ പറയാൻ ഫോൺ എടുത്ത് തന്നപ്പോൾ ഞാൻ തേയപ്പോൾ കൈ മാത്രം കൊണ്ട് ഞാനും വന്നിരുന്നിട്ട് കുറേയൊക്കെ കഴിഞ്ഞ് പിള്ളേർ പറഞ്ഞു, എൻ്റെ പപ്പ അലുമിനിയം പാത്രം എന്തിനാ കൊണ്ട് വച്ചിരിക്കുന്നത്, വെങ്കലപാത്രം ആരേത് വീട്ടിൽ നിന്ന് മോട്ടിച്ചുകൊണ്ട് വച്ചേക്കുന്നത്, ചെന്ന് നോക്ക്. അങ്ങനെയാണ് അവൾ ചെയ്തത്, അല്ലെങ്കിൽ പോയില്ല. അവൾ വിളിച്ച് ഇങ്ങോട്ട് അവിടെ നോക്കിട്ട ഓട്ടം. വിജിൻ വായന്തോട് ചേർന്നു. വിജിൻ, വളരെ നിർണായകമായ മൊഴിയാണ്. എന്താണ് അവർ പറഞ്ഞത്? കേസിന്റെ വിശദാംശങ്ങൾ. പ്രിയവതിയുടെ മരണത്തിലെ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലും അതുമായി ബന്ധപ്പെട്ട പ്രിയവതിയെ കാണാനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തെത്തിയതും ഈ ഭാര്യമാതാവ് വിനോദിന്റെ ഭാര്യമാതാവിന്റെ വെളിപ്പെടുത്തൽ തന്നെയാണ്. എന്തായാലും ഇവരാണ് ഇങ്ങനെ വീട്ടിനകത്ത് ഈ പ്രിയവതിയുടെ കൈയുടെ ഭാഗം ഉണ്ട് എന്ന് കാണുകയും അത് തൊട്ടടുത്ത പള്ളിയിലെ ഒരു വികാരിയോട് പോയി പറയുകയും ചെയ്ത് ഇദ്ദേഹം പോലീസിനെ അറിയിച്ചതിനെ തുടർന്നാണ് വെള്ളറ പോലീസ് സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ഒക്കെ ചെയ്യുകയും പിന്നീട് ഇത് കൊലപാതകമാണ് എന്ന നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്തത്. എന്തായാലും സാമ്പത്തിക തർക്കവും മറ്റു ഉള്ള ഒരു പ്രശ്നങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് പറയുന്നത്. വിനോദിന്റെ സഹോദരൻ സന്തോഷിനെയും നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇവർ പറയുന്നത് സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ കാണാതായ ദിവസം വ്യാഴാഴ്ച പ്രിയംവദ വിനോദിന്റെ വീട്ടിലെത്തിയിരുന്നു. തുടർന്ന് ഇവർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഈ തർക്കത്തെ തുടർന്ന് മർദ്ദിക്കുകയും മർദ്ദനത്തിനിടയിൽ മരണപ്പെടുകയും ചെയ്തു എന്നതാണ് വിനോദിന്റെ മൊഴി. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം പോലീസ് നടത്തുകയാണ്. ഒപ്പം തന്നെ പ്രിയംവദയുടെ കഴുത്തിലുണ്ടായിരുന്ന 3 പവന്റെ മാല കാണാനില്ല എന്ന കാര്യം അന്വേഷണ നടപടികൾക്കിടെ ബന്ധുക്കൾ തന്നെ പോലീസിനെ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിലുൾപ്പെടെയുള്ള പരിശോധനയ്ക്കാണ് പോലീസ് ഇപ്പോൾ തയ്യാറാകുന്നത്. നിലവിൽ ഈ ആഭരണം മാല വിനോദോ സന്തോഷോ കൈക്കലാക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിലുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. ചോദ്യം ചെയ്യലിൽ പക്ഷേ ഇവർ ഇക്കാര്യം സമ്മതിച്ചിട്ടില്ല. എന്തായാലും നമ്മൾ നേരത്തെ കേട്ട വിനോദിന്റെ ഭാര്യ മാതാവിന്റെ നിർണായകമായ വെളിപ്പെടുത്തലും അവർ ഈ സംഭവം അറിഞ്ഞ് തൊട്ടടുത്ത പള്ളിയിലെ വികാരിയെ ഇക്കാര്യം അറിയിച്ചതുമാണ് ഈ കാണാതായി എന്ന പ്രിയംവദയെ കാണാനില്ല എന്ന കേസ് അത് കൊലപാതകമാണ് എന്ന വഴിത്തിരിവിലേക്ക് എത്തിയത്. ധന്യ. ശരി വിജയൻ.